പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. प्रभु का पावन नाम की महिमा होने पाए। അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. इस सुंदर समय के लिए प्रभु को धन्यवाद देते हैं। ആമേൻ. ഹല്ലേലൂയ. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പ്രൈസ് ദി ലോർഡ് आज चिंतन करने के लिए हम प्रेरितों के काम പ്രൈസ് ദി ലോർഡ് 9-ാം അധ്യായം उसका 9वां अध्याय പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 9 9-ാം അധ്യായത്തിന്റെ प्रेरितों का काम 9वां अध्याय उसका ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ആമേൻ. ഹല്ലേലൂയ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്നുള്ള ആ വാക്യം നമുക്ക് കണ്ടവർക്ക് വായിക്കാം. ദൈവത്തിന് അതിന്റെ 22-ാം വാക്യം. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. उसका 9वां अध्याय उसका 22वां वाक्य वो इस प्रकार लिखा है, परंतु शाऊल और भी सामर्थी होता गया और इस बात का प्रमाण दे देकर कि मसीह यही है, दमिश्क में रहने वाले यहूदियों का मुंह बंद करता रहा। മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ദൈവത്തിന് और भी सामर्थी होता गया। പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരു ശക്തിയുടെ പുസ്തകമാണ് പ്രവൃത്തിയുടെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം. यहाँ पे हम देखते हैं कि एक सामर्थ के बारे में लिखा गया है, ये है एक प्रेरितों का काम। വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്ന അധ്യായങ്ങൾ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. इस प्रेरितों के काम में हम देखते हैं कि कई चुनौतियों का सामना, कई मुसीबतों का सामना लोग करते हैं, എന്നാൽ അതിൽ ജയിച്ചത് ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണെന്ന് ഈ പുസ്തകം നമ്മെ ഗ്രഹിപ്പിക്കുന്നുണ്ട്. लेकिन उसके मध्य में हमें जय दिलाने वाला वो पवित्र आत्मा के सामर्थ्य है, ये हम इस पुस्तक में देखते हैं। ദൈവത്തിന് സ്തോത്രം. ശക്തിക്ക് എപ്പോഴും ആമേൻ ദൈവശക്തിക്ക് ആമേൻ ഹല്ലേലൂയ പ്രാപിപ്പാനാണ് ദൈവമക്കൾ വളരെ വാഞ്ചയോട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. हम परमेश्वर के बच्चे हम ये चाहते हैं कि हम परमेश्वर के सामर्थ्य को हम पाएं। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. हालेलुया। ചെറുപ്പകാലങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ പഴയ കാലത്ത് കേരളത്തിൽ ഈ ബോൺബിറ്റായുടെ പഴയ ഒരു ടിൻ കുറച്ചൊക്കെ കഴിച്ചു കഴിയുമ്പോൾ സ്ട്രോങ്, ഞാനാണ് ശക്തനെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. हम देखते हैं कि जब छोटे बच्चे थे हम लोग, तो हम इस तरह सोचते थे कि बॉर्नविटा खा के हम सामर्थ्य बन जाएंगे, शक्तिवान बन जाएंगे। ഇപ്പോഴത്തെ ബോൺബിറ്റ എന്ന് പറയുന്നത് ചരല് പോലെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല. എൻ്റെ ചെറുപ്പത്തിലെ ബോൺബിറ്റ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. പശുവും പാലിൽ കുടിച്ചാൽ നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. आजकल जो बॉर्नविटा वगैरह है वो उतना टेस्टी नहीं होता, लेकिन उस ज़माने में काफ़ी स्वादिष्ट हुआ करता था। ആ ടിന്ന് തന്നെ കാണുമ്പോൾ ഒരു തുള്ളിച്ചാട്ടമുണ്ട് ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ. जैसे हम उसको देखते थे उस डिब्बे को, तो काफ़ी उत्सुक हो जाते थे। എന്നാൽ ഇപ്പോഴത്തെ ബോൺബിറ്റ എത്ര ഇട്ടാലും അത്രയും ടേസ്റ്റ് വരത്തില്ല. പഴയ ബോൺബിറ്റ കഴിച്ചവർക്ക് അറിയാം. ദൈവത്തിന് സ്തോത്രം. लेकिन आजकल वो इतना स्वादिष्ट नहीं होता। നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളൊന്നും കഴിച്ചവരല്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. मैं विश्वास करता हूँ कि आप लोगों में से कई लोगों ने वो स्वाद चखा होगा। ഞാനത് കൊണ്ടുവരുമ്പോഴേ എനിക്ക് ഓർക്കുന്നുണ്ട്, ഒരു കരണ്ടി എടുക്കാൻ പറഞ്ഞ 1 അല്ല 3 കരണ്ടി എടുക്കും. मैं याद करता हूँ कि जब मुझे 1 चम्मच लेने को कहा जाता था, तो मैं उसकी बजाय 3 चम्मच ले लेता था। ഇപ്പോഴത്തെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. आजकल सब कुछ डुप्लीकेट है। അവർക്ക് സന്തോഷമില്ലെന്ന് आप തോന്നുന്നു. लोग इतने സന്തോഷമുള്ള കാര്യങ്ങൾ ദൈവത്തെ जो സ്തുതിച്ചാട്ടെ. खुश हैं तो आप प्रभु की महिमा करें। ഒറിജിനൽ കഴിച്ചാൽ അതിന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ദൈവത്തിന് जो ओरिजिनल है उसका एक अलग ही बात होती है। നമുക്കിന്ന് ഇനി വേണ്ടത് ഒരു ഒറിജിനലാണ്. പ്രൈസ് ദി ലോർഡ്. हमको जो चाहिए वो है ओरिजिनल, പ്രൈസ് ദി ലോർഡ്. असली। പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു യഥാർത്ഥ ശക്തി നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. आज हमको एक असली सामर्थ्य की आवश्यकता है। അത് നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മളെല്ലാം വലിയ ശക്തന്മാരായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. जब वो हमारे अंदर वो सच्चा जो सामर्थ्य आएगा तो हम बहुत सामर्थ्य बन जाएंगे। ആ ഒറിജിനൽ വരുമ്പോൾ ഭയങ്കര സ്നേഹവും ഭയങ്കര കാഴ്ചപ്പാടും ഭയങ്കര ദൈവസ്നേഹവും താഴ്മയും ഇനിയും ഭയങ്കര അനുഭവങ്ങളിൽ വലിയ മാനിപ്പുലേറ്റ് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും നമ്മളിൽ. जो ओरिजिनल सामर्थ्य हमारे अंदर आएगी तो वो हमारे अंदर प्रत्यक्ष होगा कि हमारे स्वभाव के अंदर हमारी बातों में सब कुछ वो दिखाई देगा। അപ്പോൾ ആ ഒറിജിനൽ ശക്തി ഇന്ന് പകൽ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ये ओरिजिनल सामर्थ्य जो है आज इस समय हमें जरूरत है। ഒരിക്കൽ ഒരു ആഫ്രിക്കൻ വംശജനായ ഒരു കർത്താവിൻ്റെ ദാസിന് ഇച്ചിരി മലയാളം പറയണമെന്ന് തോന്നി.
एक बार एक अफ्रीकन एक परमेश्वर के दास थे, उनको कुछ मलयालम में बात करने की इच्छा हुई അപ്പോൾ ഞാനും അദ്ദേഹവും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. और पासवान उनके साथ जब खड़े थे, പിന്നെ അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. पास्टर जी उनसे जो बात कर रहे हैं वो उन्हें समझ में नहीं आता, उनकी बातें पास्टर जी को समझ में नहीं आती। അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റേജിലായിപ്പോയി. പ്രൈസ് ലോർഡ്. हम दोनों एक जैसे हो गए। അപ്പോൾ അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു. എന്നെ ഈ എന്തായാലും നമുക്കൊരു വാക്യം പറയാം. ഫിലിപ്പി ലേഖനത്തിലൊരു വാക്യം പറഞ്ഞു, അതിൻ്റെ മലയാളം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. तो उन्होंने इस प्रकार से कहा कि फिलिपियों की पत्री में मैं एक वचन बोलता हूँ, आप उसका मलयालम में मुझे समझाएं। അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. Praise the मुझे सामर्थ्य बनाने वाले के कारण मैं सब कुछ में सक्षम हूँ। പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹത്തിന് മലയാളത്തിൽ പറയണമെന്ന് തോന്നി. तो उन्होंने सोचा कि मैं इस चीज को मलयालम में बोलता हूँ। അദ്ദേഹം പറഞ്ഞപ്പോൾ വേറെ ഭാഷയായപ്പോൾ ശക്തൻ ശക്തൻ എന്ന് പറയാൻ ഒരു 10-25 പ്രാവശ്യം എൻ്റെ കൂടെ നിന്ന് ബുദ്ധിമുട്ടിയത് ഞാൻ तो ഓർക്കുന്നുണ്ട്. उन्होंने जो वचन वाक्य सामर्थ्य है उसको बोलने के लिए मलयालम में उन्होंने काफी मेहनत की। അവസാനം അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതിയിട്ട് പറഞ്ഞു, ഞാനിത് കാണാതെ പഠിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് എഴുതിയെടുത്ത് സന്തോഷത്തോടെ തൻ്റെ വഴിക്ക് പോയി. Praise the Lord. अंत में उन्होंने वो जो मलयालम में जो वाक्य है उसको एक पेपर में लिखा और उन्होंने कहा कि मैं इसे एकदम याद कर लूंगा। എല്ലാ ലാംഗ്വേജിലും എല്ലാവർക്കും ഉള്ള ഒന്നാണ് ദൈവത്തിൻ്റെ ശക്തി, എല്ലാവർക്കും ആവശ്യമാണ്. हर एक भाषाओं में हम देखें तो परमेश्वर की सामर्थ्य है वो बहुत ही जरूरी है। ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിജീവിക്കണമെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. Praise आज the के इस युग में अगर हमें आगे बढ़ना है, हमें चुनौतियों का सामना करना है, तो परमेश्वर का सामर्थ्य वो हमें बहुत जरूरी है। ആമേൻ. ശക്തി പ്രാപിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. इस सामर्थ्य को प्राप्त करने के लिए हमें क्या कुछ करना पड़ेगा? ദൈവത്തിൻ്റെ മഹത്വം, സ്തോത്രം. ശക്തി നമ്മൾ പ്രാപിക്കേണ്ടത് നമ്മുടെ എവിടെയാണ്? ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ ഹൃദയത്തിലാണ്. ദൈവത്തിൻ്റെ ये सामर्थ्य हमें कहाँ प्राप्त करनी होगी? हमारे हृदयों में प्राप्त करनी होगी। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാഴണം. ദൈവത്തിൻ്റെ സ്തോത്രം. हमारा प्रभु हमारे हृदय के अंदर वास करना पड़ेगा। ശക്തിയിലാണ് എല്ലാം നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. ये जो शक्ति है, ये सामर्थ्य है, इसके द्वारा हम छुटकारा प्राप्त करते हैं। അതിന് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. ദൈവത്തിൻ്റെ സ്തോത്രം. इसके लिए प्रभु का हमारे जीवन में, हमारे हृदयों में राज करना जरूरी है। പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം, എൻ്റെ ഓർമ്മ ശരിയാണ്, 3-ാം അധ്യായത്തിൻ്റെ കൊലോഷ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 15, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണെന്ന് ഒന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. ആമേൻ. നന്ദിയുള്ളവരായും ഇരിക്കുവിൻ. ഇവിടെ പറയുന്നത് ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. कुलुस्सियों की पत्री 3 अध्याय उसके 15वां वाक्य यहाँ इस प्रकार से लिखा है, और मसीह की शांति जिसके लिए तुम एक देह होकर बुलाए भी गए हो, तुम्हारे हृदय में राज करे। പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഹല്ലേലൂയ നമുക്ക് ഹൃദയത്തിൽ വാഴണം. ദൈവത്തിന് സ്തോത്രം. प्रभु हमारे हृदय में राज्य करे। ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ്, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെന്ന് പൗലോസ് പലയിടങ്ങളിലും പറയുന്നുണ്ട്. पौलुस ये इस प्रकार से कई जगहों पर कहते हैं कि प्रभु यीशु मसीह हमारे हृदयों में राज करने पाए। അപ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മശക്തി പ്രാപിക്കാൻ നമുക്കുണ്ടാകേണ്ടത്, നമ്മൾ ചിന്തിക്കണം, ഹൃദയങ്ങളിൽ ക്രിസ്തു വാഴണം. ദൈവത്തിന് സ്തോത്രം. तो हम जब चाहते हैं कि प्रभु हम सामर्थ्य हो जाएं, तो उसके लिए प्रभु यीशु मसीह का हमारे हृदय में राज करना अनिवार्य है। ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവീൻ എന്ന് പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ തനിക്ക് ലഭിച്ച മിസ്റ്ററി വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. पौलुस ने अपने पत्रों में बार-बार ये कहा है कि प्रभु यीशु मसीह का हमारे हृदय में राज करना होगा। അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കൾ വാഴണം. ദൈവത്തിന് സ്തോത്രം എന്ന്. ആര് വാഴണം? യേശു കർത്താവ് എന്നിൽ വാഴണം എന്ന് ആദ്യം പ്രാർത്ഥിക്കണം. तो हमें इस प्रकार से पहले प्रार्थना करना पड़ेगा कि हे प्रभु यीशु, आप हमारे हृदय में राज कीजिए। അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഫുൾ ഗ്യാരണ്ടിയിലേക്ക് ദൈവം ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവരും. ദൈവത്തിന് जब हम इस प्रकार से प्रार्थना करेंगे कि प्रभु हमें अपने पद्धति की ओर लेके जाएगा। നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. हम कई बातों के लिए प्रार्थना करते हैं। അങ്ങോട്ട് ധാരാളം സപ്ലൈ നമ്മൾ പറയാറുണ്ട്. हम काफी विषय परमेश्वर के सम्मुख रखते हैं। ഇങ്ങോട്ട് നമുക്ക് ചിലപ്പോൾ റിപ്ലൈ താമസിക്കുമ്പോൾ, लेकिन कई बार हमें हमारे उत्तर है उसमें डिले होता है। എപ്പോഴേ പ്രാർത്ഥന നിന്നു പോകാറുണ്ട്. तो कई बार जो हमारी प्रार्थनाएं बंद हो जाती है। അങ്ങനെ വരാതിരിപ്പാൻ ഒറിജിനൽ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിൽ നിന്നുള്ള ബ്ലെസ്സിങ് പ്രാപിപ്പാൻ, കർത്താവിൽ നിന്നുള്ള ശക്തി പ്രാപിപ്പാൻ, ആ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ പല വിഷയങ്ങൾക്കും വിടുതലാണ്.
അതുകൊണ്ട് പ്രാർത്ഥനയുടെ സ്റ്റൈൽ ഒന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. हमारे प्रार्थनाओं का जो स्टाइल है उसे थोड़ा हम बदल ना पाए. പ്രൈസ് ലോർഡ്. നമുക്കൊക്കെ ദൈവം അവസരം തരുമ്പോൾ നല്ല കാര്യങ്ങളായിരിക്കണം ദൈവത്തിന് നമ്മൾ പറയേണ്ടത്. ദൈവത്തിന് जब कुछ हमें प्रार्थना करने का अवसर मिले तो हम कुछ अच्छी बातें परमेश्वर से मांगे. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നത് പോളിൻ തിയോളജി പൗലോസ് സമർപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് അനേക കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിന് पौलुस अपने हर एक पत्रियों में जो है प्रभु यीशु मसीह को अपना केंद्र में रखते हैं. അതുകൊണ്ട് പൗലോസിനെ ജീവിത യാത്രയിൽ തൻ്റെ മിഷണറി യാത്രയിൽ പ്രധാനമായിട്ട് 5 ഗ്രൂപ്പ് എതിരാളികൾ തനിക്കുണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. इसी कारणवश जो है पौलुस जो है उनकी यात्राओं में मिशनरी वर्क में जो 5 प्रकार के उनके विरोधी थे. ആമീൻ. അതിൽ യഹൂദന്മാരുടെ എതിർപ്പുകൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട്. यहूदी उनके विरोधी थे. തൻ്റെ ഒറിജിനൽ ദൈവശക്തി തനിക്ക് ലഭിച്ചത് വെളിപ്പെട്ടപ്പോൾ യഹൂദന്മാർ തനിക്ക് എതിരായി മാറി. जब यहूदियों ने ये देखा कि प्रभु का असली जो सामर्थ्य है पौलुस के साथ है तो वो उसके विरोधी बन गए. അതുപോലെ തന്നെ ഈ പാലസ്തീന യഹൂദ എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർക്കും പൗലോസിനോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. और कुछ जो यहूदी जो थे जो मसीही बन चुके थे वो लोग उनमें से भी काफी लोग प्रभु पौलुस के विरोधी थे. ജാതികളിൽ നിന്ന് തനിക്ക് എതിർപ്പുകൾ ഉണ്ടായി. जो अन्य जातियों से जो लोग थे उनके भाई वो भी पौलुस के विरोधी थे. ഇങ്ങനെ വിവിധങ്ങളാകുന്ന 5 ഗ്രൂപ്പുകൾ പൗലോസിനെ എതിർത്തതായിട്ട് വിശുദ്ധ തിരുവെഴുത്തുകളിൽ പലയിടങ്ങളിൽ കിടപ്പുണ്ടായി. ദൈവത്തിന് इस प्रकार से अलग अलग 5 प्रकार के विरोधी जो थे पौलुस के जीवन में आए. അവരെല്ലാം സാധാരണക്കാരല്ല. ആ കാലഘട്ടത്തിലെ അവിടുത്തെ ശക്തന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और ये सब लोग जो थे उस जमाने में काफी सामर्थी हुआ करते थे. പക്ഷേ പൗലോസ് അതിനെ ജയിച്ചത് ഒറിജിനൽ പവർ തൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇതിനെല്ലാം പുള്ളി ജയിച്ചു. ദൈവത്തിന് लेकिन पौलुस ने उनका सामना किया क्योंकि उनके अंदर वो ओरिजिनल सामर्थ परमेश्वर का था. എത്ര എതിര് ശക്തികൾ ഉണ്ടെങ്കിലും ഒറിജിനൽ ശക്തി വന്നാൽ നമ്മൾ ജയിച്ചിരിക്കും. अगर आपका विरोधी कितना भी सामर्थ्य क्यों ना हो लेकिन जब यथार्थ ओरिजिनल सामर्थ आपके अंदर परमेश्वर का है तो आप उसका सामना कर पाओगे. അത് ഇന്നലത്തേക്കാൾ അടുത്ത ദിവസം ഇനി പവർ കൂടാൻ പോകുകയാണ്. ആ ശക്തിയിൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് പറയുന്നതിൽ ഒത്തിരി और ये जो सामर्थ है ये दिन प्रतिदिन बढ़ता जाएगा ये मैं आपको विश्वास दिलाता हूँ. ദൈവത്തിന് അപ്പൊ കർത്താവായ ശക്തി ലഭിക്കാൻ ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് तो हमें ये प्रार्थना करना पड़ेगा कि हे प्रभु यीशु हमारे हृदय में राज कीजिए. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്റെ ഹൃദയത്തിൽ വാഴണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് നടന്നു പോയിക്കേ. जब भी हम प्रार्थना करें हर बार हमेशा हम ये निरंतर प्रार्थना करते रहे कि हे यीशु प्रभु हमारे जीवन में हमारे हृदय में राज करें. പ്രതീക്ഷിക്കാതെ ഭയങ്കര പ്രശ്നങ്ങൾ പൊട്ടി മാറി ജനത്തിൽ വിടുതലുണ്ടാകുമെന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. तो मैं आपको विश्वास दिलाना चाहता हूं कि आपकी प्रतीक्षा के ऊपर आप अचंभा काम देखने पाएंगे. ഒത്തിരി നിങ്ങൾ തിയോളജി ഒന്നും പറയേണ്ട. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ യേശുവിനെ കർത്താവായി എൻ്റെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുക. आप ज्यादा कुछ ना प्रार्थना करें बस इतना प्रार्थना करें कि हे यीशु मसीह आप हमारे जीवन में अपने हृदय में आप राज कीजिए. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വാഴുന്നത് സാധാരണ നമുക്കറിയാം പഴയ കാലങ്ങളിൽ വാഴുന്നതൊക്കെ വലിയ രാജ്യങ്ങളുടെ തലവന്മാരാണ്, പ്രധാനമന്ത്രിമാരാണ്, രാജാക്കന്മാരാണ്. ഇതൊക്കെയാണ് വാഴുന്നവർ. जब हम राज्य करने के बारे में हम सोचते हैं समझते हैं तो हम देखते हैं कि राज्य करने वाला या तो राजा होता है या कि प्रधानमंत्री होता है या अलग अलग तरह के मंत्री हुआ करते हैं. സ്കൂളിലും സയൻസിലും ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച അനേക രാജാക്കന്മാർ കേരളത്തെ വാണത് അനേക ചരിത്രങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. हम जब हिस्ट्री पढ़ते हैं इतिहास पढ़ते हैं तो हम कई प्रकार के राजाओं के बारे में पढ़ते हैं. എന്നാൽ അവരെല്ലാം സിംഹാസനത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ ഇന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ സിംഹാസനങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടിയല്ല പിടിമുറുക്കുന്നത്. ദൈവത്തിന് ഇഷ്ടം. लेकिन जब वो संसार में रहने वाले अनेक जो राजा थे वो अपने अपने सिंहासन स्थापित करने के लिए जब लड़ रहे थे जब सामर्थ्य दिखा रहे थे तो प्रभु यीशु मसीह ने ऐसा कुछ भी नहीं किया. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ രാജ്യങ്ങൾ തമ്മിൽ സ്തോത്രം സിംഹാസനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി രാജ്യങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. आज के इस समय में भी हम देखते हैं कि अनेक जो राज्य हैं एक दूसरे से अपने सामर्थ्य और अपनी शक्ति का प्रदर्शन करते हैं. എന്നാൽ നമ്മുടെ കർത്താവ് ഈ രാജ്യങ്ങളിൽ അവരുടെ ഐഡിയയിലല്ല നമ്മുടെ കർത്താവ് പോകുന്നത്. लेकिन हमारा प्रभु जो है वो उस आइडिया से नहीं चलता है. കർത്താവ് നോക്കുന്നത് ഒരു ദൈവ വൈതലിന്റെ ഹൃദയമാകുന്ന സിംഹാസനത്തിൽ
എനിക്കൊരു ഇരിപ്പിടം കിട്ടുമോ എന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. लेकिन Praise the प्रभु Lord. यीशु मसीह आज ये देखते हैं कि क्या एक विश्वासी, एक मसीही के जीवन में, उनके हृदय में मैं राज कर पाऊंगा। നമുക്കൊരു പക്ഷേ ഇന്ന് ലോകത്തിൽ വളരെ ടോപ്പിൽ ഇന്നത്തെ ശക്തന്മാരായി നിൽക്കുന്ന ഭരണകർത്താക്കന്മാരെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് അത് നോക്കുന്നതേ ഇല്ല. Praise the Lord. आज हम हो सकता है कि संसार में सबसे जो बलवान जो है राजा है या बलवान जो नेता है उसको हम देखते होंगे, लेकिन प्रभु परमेश्वर जो है उनको देखता भी नहीं है, കാരണം കർത്താവിൻ്റെയാണ് ഇതെല്ലാം. ദൈവത്തിന് क्योंकि സ്തോത്രം. परमेश्वर के का अधिकार सबके ऊपर है, സകലവും അവന്റെ കൺട്രോളാണ്. അവനൊന്ന് ചലിച്ചാൽ സകലവും അവന്റെ കൺട്രോളിൽ ഇരിക്കുക. क्योंकि परमेश्वर के नियंत्रण में सब कुछ है। അതുകൊണ്ട് ഈ രാജ്യങ്ങളും ഇപ്പോഴുള്ള നമ്മുടെ ചെവിയിൽ കേൾക്കുന്നതായ അനുഭവങ്ങൾ, സിംഹാസനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലികളൊന്നും എൻ്റെ കർത്താവിൻ്റെ ഒരു വിഷയമല്ല. इसीलिए ये जो राजा और ये बड़े बड़े नेता जो आपस में लड़ते हैं, अपना सामर्थ्य दिखाना चाहते हैं, ये परमेश्वर के लिए कोई बड़ी विषय की बात नहीं है। എന്നാൽ അവൻ ഇനി സിംഹാസനം ഇട്ട് യഹോശാഫാത്ത് താഴ്വരയിൽ മാർച്ച് ചെയ്ത് വരുന്ന ഒരു ദിവസമുണ്ട്. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുക. लेकिन वो अपना सिंहासन छोड़ के यहोशापात के घाटी में उतर के आने वाला एक दिन आएगा। 1000 വർഷം കർത്താവ് 1000 മില്ലേനിയം വർഷം ഈ ഭൂമിയിൽ വിശുദ്ധന്മാരുമായി വെള്ളക്കുതിരപ്പുറത്ത് ഇറങ്ങി വന്ന് ഭരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ നടക്കും. അതിലെ ഓരോ യൂണിറ്റുകൾ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. लेकिन प्रभु यीशु मसीह 1000 वर्षों के लिए इस संसार में आएगा, एक सफेद घोड़े पे उतर के, और यहाँ पे 1000 वर्षों के लिए राज करेगा, ये हम विश्वास करते हैं। കർത്താവ് വിശുദ്ധന്മാരുമായി വന്ന് പ്രൈസ്തലോ യെരുശലേമിന്റെ കിഴക്കേ വാതിൽ ഗോൾഡൻ ഗേറ്റ് ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. പലരും അത് തുറക്കാൻ നോക്കിയിട്ടും പറ്റിയിട്ടില്ല. എന്നാൽ യേശു വരുമ്പോൾ ആ വാതിൽ തുറന്ന് മാർച്ച് ചെയ്ത് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അവൻ 1000 വർഷം ഭൂമിയെ ഭരിക്കാൻ പോകുകയാണ്. लेकिन प्रभु यीशु मसीह है इस संसार में अपने पवित्र जनों के साथ आएंगे और यहाँ पे 1000 वर्षों तक राज करेंगे। അവന്റെ സിംഹാസനത്തിൽ ഒരു രാജാവ് നീതിയോട് വാഴാൻ പോകുകയാണ്. और उनके जो इस सिंहासन पे एक राजा जो है अपने न्याय और नीति के द्वारा चलेगा। പ്രഭുക്കന്മാരെല്ലാം അധികാരം നടത്താൻ പോകുകയാണ്. प्रभु लोग जो है अधिकारी होंगे। സകല ജാതികളും ആ സിംഹാസനത്തിന്റെ അടുക്കിലേക്ക് യെരുശലേമിലേക്ക് ഒഴുകി വരുന്ന ഒരു സുദിനമുണ്ട്. അതാണ് ദൈവമക്കളുടെ ഭാഗ്യകരമായ പ്രത്യാശ. उस दिन जाति जाति के लोग उस सिंहासन की ओर आएंगे। അത് കർത്താവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള സയോണിലെ വാഴ്ചയാണ്. ആ വാഴ്ചയിൽ ലോകത്തിന്റെ 5 വൻകരയിൽ വിശുദ്ധന്മാർ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. वो परमेश्वर का इस संसार में यथार्थ में एक राज्य करने का एक समय है। उस समय की बाट जो होने वाले सारे संसार के जन इन दिनों में हैं। ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കർത്താവ് വാതിക്കലായിരിക്കുന്നു. നമ്മുടെ തലകൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Praise the Lord. हम ये विश्वास करते हैं कि परमेश्वर काफी, उनका दोबारा आगमन काफी निकट है। അവൻ നമ്മളെ ഒരിക്കലും അനാഥരായി വിടുന്ന ദൈവമല്ല. वो हमें कभी अनाथ नहीं छोड़ेगा। അവൻ നമ്മോട് ഇപ്പോൾ കൂടെയുള്ള കർത്താവാണ്. वो हमारे साथ में रहने वाला परमेश्वर है। എന്നാൽ ശത്രുവിന് നമ്മളെ ആരെയും ഒന്നും ചെയ്യാൻ കഴിയയില്ല. शत्रु हमारा कुछ भी नहीं बिगाड़ पाएगा। അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. തെസ്സലോനിക്ക में हम पढ़ते हैं कि अधर्म की शक्ति यहाँ पे आज भी व्याप्त है। അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. एक अधर्म की शक्ति यहाँ फैली हुई है। എന്നാൽ ഇപ്പോൾ തടുക്കുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അത് നമ്മെ തൊടാതെ വണ്ണം ആ അധർമ്മത്തിന്റെ അന്തിമ മൂർത്തിയെ തടഞ്ഞ് തന്റെ സഭയെ പരിപാലിക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. लेकिन वो अधर्म की मूर्ति को और अधर्म की शक्ति को रोकने वाला एक पवित्र आत्मा की सामर्थ्य है जो आज हमारे साथ में है। ഇത് അധർമ്മത്തിന്റെ മർമ്മം ലോകരാജ്യങ്ങളിൽ അധർമ്മത്തിന്റെ മർമ്മം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ये जो अधर्म की शक्ति है ये इन दिनों में उभर के आ रही है। എന്നാൽ ക്രിസ്തുവിൽ വാഴുന്ന ദൈവത്തിനെ തൊടാൻ കഴിയയില്ല. തടുക്കുന്ന പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിലുണ്ട്. लेकिन जिसके अंदर परमेश्वर का राज करता है वो उसका सामना करेगा, उसको रोक पाएगा। എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ലോകരാജ്യങ്ങൾ എങ്ങനെ ചലിച്ചാലും തടുക്കുന്നവൻ, നിന്നെ സഹായിപ്പാൻ, നിന്നെ ശക്തീകരിപ്പാൻ, നിന്നെ സൂക്ഷിപ്പാൻ, സുരക്ഷിത വലയത്തിലാക്കുവാൻ തടുക്കുന്നവൻ ഇതിന്റെ നടുവിലുണ്ട്. അതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. कितने लोग ये विश्वास करते हैं कि वो सामर्थ्य परमेश्वर मेरे अंदर वास कर रहा है, मेरे अंदर राज कर रहा है, इसलिए मैं इन सब का सामना कर पाऊंगा। അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ധൈര്യത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. इसलिए आज हम धैर्य के साथ परमेश्वर की स्तुति करें। പ്രൈസ് ദി ലോർഡ്. തന്റെ കുറുപ്രാവിനെ ഒരിക്കലും ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കയില്ലെന്ന് നമ്മൾ സങ്കീർത്തനം 78 വായിക്കുന്നുണ്ട്. हम भजन संहिता में इस प्रकार से पढ़ते हैं कि मैं अपने
ദുഷ്ടമൃഗത്തിനെ പ്രാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. अपने पिजन को, उसको हिंदी में क्या बोलते हैं, Praise the Lord. कबूतर, अपने कबूतर को मैं दुष्ट मृगों के सामने नहीं दूंगा. ആ മൃഗമെന്ന് ബൈബിളിൽ പറഞ്ഞതെല്ലാം രാജാക്കന്മാരെയാണ്. മൃഗം കയറി വരുന്നു ഇതെല്ലാം രാജാക്കന്മാരുടെ പേരുകളെ അഭിസംബോധന ചെയ്യുന്നതാണ്. ये जो मृग जहाँ लिखा गया है बड़े राजाओं के बारे में है, എന്നാൽ കുറുപ്രാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതലിനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. लेकिन अपने कबूतर जो है उसको कभी भी उनके सामने नहीं देगा. ഇന്ന് പകൽ നമുക്ക് ശക്തി പ്രാപിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വാഴണം. हम अगर सामर्थ्य होना चाहते हैं तो प्रभु हमारे जीवन में राज करने पाए. ഞാൻ ഓർപ്പിച്ചല്ലോ, ആമേൻ, വാഴുന്ന കർത്താവ് നമ്മുടെ ഉള്ളിൽ വാഴണം. Praise the प्रभु Lord. हमारे जीवन में राज करे. ആമേൻ. അപ്പോൾ വാഴുന്ന ധാരാളം ശക്തികളുണ്ട്. इसका मतलब ये है कि राज करने वाली अनेक शक्तियां और भी हैं. ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല, ഓർമ്മയിൽ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുകയാണ്. मैं उसके बारे में ज्यादा विवरण नहीं लूंगा. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, അത് നിങ്ങൾ എടുക്കേണ്ട ഒരു ഹോംവർക്ക് പോലെ വായിച്ചാൽ മതി. നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തയ്ക്ക് ഞാൻ തരികയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 10-13 കൂട്ടം കാര്യങ്ങൾ ഹൃദയത്തിൽ വാഴുന്ന കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ട് 8-9 കൂട്ടം കാര്യങ്ങൾ ഹൃദയത്തിൽ വരണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. प्रभु यीशु मसीह ने इस प्रकार से हमसे कहा है वचनों के द्वारा कि हमारे हृदय में अलग अलग प्रकार की जो शक्तियां हैं जो राज करना चाहती हैं, उनको किस किस शक्तियों को निकाल के फेंकना है और किन किन शक्तियों को हमें हमारे हृदय के अंदर रखना है. യേശു പറഞ്ഞത് നിങ്ങൾ ഗോസ്പൽ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചവർക്കറിയാം, പല കൂട്ടം 10-13 കൂട്ടം കാര്യങ്ങൾ ഉണ്ട് ജഡത്തിന്റെ പ്രവൃത്തിയിൽ. അതെല്ലാം വാഴുന്ന ശക്തികളാണ്. അത് പോയി കഴിഞ്ഞാൽ 9 കൂട്ടം ആത്മാവിന്റെ കാര്യങ്ങൾ ഉള്ളിൽ പൂർണ്ണമായിട്ട് വന്ന് വാഴുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. Praise the Lord. हम सुसमाचार में इस प्रकार से पढ़ते हैं कि अलग अलग प्रकार की 10-12 शक्तियां हैं जो हमारे देह के द्वारा आती है. वो सब हमें दूर भगानी है, निकालनी है हमारे जीवन से, और पवित्र आत्मा के जो फल हैं वो हमारे जीवन में प्रकट होने पाए. അപ്പോൾ അത് പോയി കഴിയുമ്പോഴാണ് ഉള്ളിൽ വേറൊരാൾ വരുന്നത്. ദൈവത്തിന് तो ഇഷ്ടം. जब ये अपवित्र बातें हमारे जीवन से निकल जाएंगी तो एक बलवान शक्ति हमारे अंदर प्राप्त होगी. അപ്പോൾ അതിനകത്ത് 9 കൂട്ടം കാര്യം ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീതിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള ദൈവ സാന്നിധ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. तो ये सारे जो फल हैं जो हम गलातियों के पत्र में पढ़ते हैं, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു എന്നുള്ളതാണ്. तो हम पढ़ते हैं कि परमेश्वर की आत्मा जो है हमारे अंदर राज करने पाए. അപ്പോൾ എന്തൊക്കെയാണ്? ക്രിസ്തു വാഴണം, ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ വാഴണം. तो यहाँ हम देखते हैं 2 बातें. एक तो प्रभु हमारे हृदय में राज करने पाए और आत्मा के फल हमारे अंदर होने ഞാൻ पाए. പറഞ്ഞത്, മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ ഒന്നാമത് ക്രിസ്തു ഹൃദയങ്ങളിൽ വാഴണം, രണ്ടാമത് ആത്മാവിന്റെ ഫലം നമ്മുടെ ഉള്ളിൽ तो വാഴണം. हमें अगर बल के ऊपर बल प्राप्त करना है तो सबसे पहला प्रभु हमारे हृदय में वास करने पाए, और दूसरा हम आत्मिक शक्ति और आत्मिक फल हमारे जीवन में आने पाए. കൃപാവരങ്ങൾ വാഞ്ചിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ സ്തോത്രം, ക്രിസ്തു ഉള്ളിൽ വാഴണം. ആ ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ വാഴണം. और ദൈവത്തിന് पवित्र आत्मा का फल हमारे जीवन में प्रकट होने पाए. അതും കൂടെ വാഴ്ന്നു കഴിയുമ്പോഴത്തേക്ക് ആ സിംഹാസനമിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ, ഈ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ, പിന്നീട് ഒരു അന്ധകാര ശക്തിക്കും നമ്മുടെ ശരീരത്തെ തൊടാൻ കഴിയില്ല. जब परमेश्वर हमारे हृदय में राज कर रहा हो और पवित्र आत्मा की फल हमारे जीवन में हो तो कोई भी अंधकार की शक्ति हमारा सामना नहीं कर पाएगी. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. तो यीशु मसीह हमारे जीवन में राज करने पाए, പിന്നെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ और വാഴണം. आत्मा का फल हमारे हृदय में हो. ഇങ്ങനെ വാഴ്ന്നുകൊണ്ടിരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിന് और अगर ये होना है तो हमें परमेश्वर के ऊपर आश्रय रखना पड़ेगा. ഇത് വാഴണമേ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിക്കുന്ന ദൈവമക്കൾ കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിച്ചാടാം. Praise the Lord. प्रभु आप राज करें इस प्रकार से आश्रय रखने वाले परमेश्वर के बच्चे. ഭയങ്കര വിടുതൽ പൊട്ടിത്തെറി, ഭയങ്കര വിടുതൽ നിങ്ങളുടെ ജോലികളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടാകും. ഇത് രണ്ടും വാഴണമെന്ന് ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. अगर हम प्रार्थना करें कि प्रभु आप हमारे जीवन में राज करें तो काफी बड़ा छुटकारा हम इन दिनों में देखने पाएंगे. 2 കാര്യം ഞാനിപ്പോ ഓർപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. 2 बातें मैंने याद दिलाई. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. मसीह हमारे जीवन में हृदय में राज करे. സമാധാനം, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമ്പോൾ സമാധാനം ഉണ്ടാകുക. ദൈവത്തിന് ഇഷ്ടം. जब मसीह हमारे हृदय में वास करेगा तो हमें शांति मिलेगी. സമാധാനം വരുമ്പോൾ ഭയം നമ്മളിൽ നിന്ന് മാറിപ്പോകുക. जब शांति हमें मिलेगी तो हमारे हृदय में से भय दूर हो जाएगा. വറി അല്ലെങ്കിൽ ദുഃഖമെല്ലാം മാറിപ്പോകുക. और हम इस प्रकार से भी कह सकते हैं कि सारे दुख दूर हो जाएंगे. സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ ദുഃഖം മാറിപ്പോവും, ആകുല ചിന്ത മാറിപ്പോവും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പലതും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറും.
ക്രിസ്തു ഉള്ളിൽ വാഴുമ്പോൾ എല്ലാത്തിലും ഒരു സമാധാനം മനസ്സുണ്ടാകും. ദൈവത്തിന് जब സ്തോത്രം. मसीह हमारे हृदय में राज करेगा और उसकी शांति हमारे अंदर होगी तो हर प्रकार का भय, हर प्रकार की बुरी बातें हमसे दूर हो जाएंगी। ആ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ വാണാൽ എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തരുമെന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. हमारे प्रभु ने इस प्रकार से वायदा किया है कि मैं तुम्हारे हृदय में जब वास करूंगा तो मैं वो शांति तुम्हें प्रदान करूंगा। യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ദുഷ്ടന് സമാധാനമില്ലെന്ന് എന്റെ ദൈവം പറയുന്നു, ദുഷ്ടന് സമാധാനമില്ലെന്ന് എന്റെ ദൈവം പറയുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. यशायाह नबी की पुस्तक में हम इस प्रकार से पढ़ते हैं कि दुष्ट को कभी भी शांति नहीं मिलती। എന്നാൽ ഇന്ന് പകൽ സമാധാനത്തിന്റെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെന്ന് പ്രാർത്ഥിക്കണം. Praise the Lord. लेकिन आज इस समय शांति का राजा हमारे हृदय में बसने पाए। ആ praise the Lord. ഇപ്പൊ കർത്താവ് വന്നാൽ നമ്മൾ പോകും, ഉറപ്പാണ്. Praise the Lord. अगर परमेश्वर अभी आए, उसका प्रकट हो जाए तो हम उसके साथ उठा ले ഈ जाएंगे। സന്തോഷം നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സന്തോഷം നിലനിൽക്കണം. കാരണം കൊണ്ട് ദൈവത്തെ और यही സ്തുതിച്ചാട്ടെ. जो शांति है हमारे जीवन में ठहरने पाए। ഈ സന്തോഷം കെട്ടുപോകരുത്. ഇതിനെ ഈ സമാധാനം ജോലി സ്ഥലങ്ങളിലും ഭവനങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഈ സമാധാനം വാഴണം. ദൈവത്തിന് ये സ്തോത്രം. शांति, ये समाधान, ये आनंद हमारे साथ हर जगह जाने पाए। ആ കർത്താവിനെ കുറിച്ച് പറയുന്ന പ്രിൻസ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പ്രഭു എന്നാണ് അവനെ പറയുന്നത്. हम परमेश्वर के बारे में इस प्रकार से कहते हैं कि वो शांति का राजकुमार है। ഓ, ഇന്ന് ലോകത്തിൽ സമാധാനത്തിന്റെ ഉടമ്പടി നടക്കുമ്പോൾ ചർച്ച മാറി മാറി നടന്ന് പരാജയത്തിലേക്കും നിരാശയിലേക്കും പോകുമ്പോൾ ഇന്ന് പകൽ ഒറിജിനൽ സമാധാനമായവൻ ഇതിന്റെ നടുവിലുണ്ട്. आज हम देखते हैं कि लोग अनेक प्रकार की निराशाओं में, पराजय में जब जाते हैं तो उन्हें शांति उनके जीवन में जरूरी है। അവൻ സമാധാന പ്രഭുവാണ്. और वो ही परमेश्वर शांति का राजकुमार है। അവൻ ഏറ്റവും വലിയ മന്ത്രി എന്നല്ല, അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നുള്ളതാണ്. Praise और the वो Lord. अद्भुत मंत्री है। ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു മന്ത്രിയാണ് നമ്മുടെ वो കർത്താവ്. हमारे जीवन में आज अचंबा करने के योग्य एक परमेश्वर है। അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. वो Praise the शांति Lord. का राजकुमार है। അപ്പൊ ക്രിസ്തു വാഴുമ്പോൾ, ഹല്ലേലൂയ, എത്ര പേര് എന്റെ കൂടെ ഉണ്ട്? സ്വത്രം. ക്രിസ്തു വാഴുമ്പോൾ നമ്മുടെ ഭവനത്തിൽ സമാധാനത്തിന്റെ ഫലങ്ങൾ പുറപ്പെടും. അത് സഭാതലത്തിൽ കുടുംബങ്ങളിൽ വെളിപ്പെടും. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിപ്പാനും എല്ലാം വെളിപ്പെട്ട് വരുന്ന ഫലം വെളിപ്പെടുന്നത് ഈ സമാധാനം വരുമ്പോഴാണ്. ദൈവത്തിന്റെ സ്തോത്രം. तो इसका मतलब ये हुआ कि जब परमेश्वर प्रभु यीशु मसीह हमारे हृदय में राज करेगा तो वो शांति हमारे अंदर रहेगी और उसके फल हम देखने पाएंगे। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജനിച്ചപ്പോൾ തന്നെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ലൂക്കോസ് എടുക്കണ്ട, എല്ലാവരും ഓർത്താൽ മതി. ലൂക്കോസ് 2:10 കാണാൻ പറഞ്ഞാട്ട് അത്യുന്നതങ്ങളിൽ എടുക്കേണ്ട ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. हम इस प्रकार से पढ़ते हैं कि जब प्रभु यीशु मसीह का जन्म हुआ था वहाँ पे इस प्रकार से लिखा है कि आसमान में प्रभु की महिमा होने पाए और भूमि में लोग आनंद मनाएं। യേശു ജനിച്ചപ്പോൾ തന്നെ ഒരു സമാധാനം വീണോണ്ടാ ജനിച്ചത്. പ്രൈസ് ദി और जब ലോർഡ്. यीशु मसीह संसार में आए थे उस समय ही एक आनंद और लेके आए थे वो। അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാ ജനിച്ചപ്പോൾ തന്നെ. जब ऊंचाइयों में आनंद होने पाए और प्रभु का इस संसार में भी लोगों के मध्य में आनंद मिलने पाए। ജനിക്കുന്നതിന് മുമ്പ് സമാധാന പ്രഭു എന്താണ് അവനെ കുറിച്ച് പറഞ്ഞത്. പ്രൈസ് ദി और ലോർഡ്. उनके जन्म से पहले ही उन्हें शांति का राजकुमार बुलाया जाता था। യേശു ജനിക്കുന്നതിന് മുമ്പ് യെശയ്യാവ് പറയുന്ന സമാധാന പ്രഭു എന്താണ് പ്രവചനത്തിൽ കിടക്കുന്നത്. यीशु मसीह के जन्म से पहले ही भविष्यवक्ता ने इस प्रकार से कहा कि वो शांति का राजकुमार होगा। ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ ഭൂമിയിൽ ആ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചു. Praise और the Lord. जैसे ही उन्होंने जन्म लिया उस समय भी इस प्रकार से कहा गया कि इस संसार में शांति होने पाए। അവൻ ഈ 33 വയസ്സിൽ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ അവന്റെ മുമ്പിൽ വന്നവരോട് കർത്താവ് ലോകം കണ്ട ഏറ്റവും വലിയ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇന്നും വളരെ അഗാധമായി കിടക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ ബാക്കി നിങ്ങൾ പറ ദൈവത്തിന്റെ പുത്രിമാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ സ്തോത്രം. आमीन। और इस प्रकार से हम पढ़ते हैं कि पहाड़ी उपदेश जो थे कि प्रभु यीशु मसीह ने दिए थे उसमें भी उन्होंने इस प्रकार से कहा कि जो शांति बनाए रखते हैं, जो आपस में शांति फैलाते हैं, वो परमेश्वर के पुत्र कहलाएंगे। അപ്പൊ നിങ്ങൾ നോക്കിയ സമാധാന പ്രഭുവായിരിക്കുന്നവൻ, ഭൂമിയിൽ ജനിച്ചപ്പോൾ പ്രസാദമുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവൻ, സമാധാനം ഉണ്ടാക്കുന്ന ആരൊക്കെ ഇതിന്റെ നടുവിലുണ്ട്? ഓ ആമേൻ, ഹല്ലേലൂയ. ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുകയാണ്. तो जब भी कोई परेशानी आती है, मुसीबत आती है, वहां पर एक वाद विवाद होता है, वहां पर शांति प्रदान करने वाले, शांति लेके आने वाले वो परमेश्वर के पुत्र हैं। എനിക്കറിയാം, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം സോൾവ് ആക്കി അതിനെ പ്രോബ്ലം ആക്കി മാറ്റുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. मैं विश्वास करता हूँ कि यहाँ बैठे हुए हर एक व्यक्ति जब भी कोई परेशानी आती है उसे सॉल्व करने के लिए और वहाँ पे एक
शांति फैलाने के लिए आप काम करते हैं? യേശു ഉള്ളിൽ വാഴുന്ന ദൈവം അവിടെ വെച്ച് തന്നെ അതിനെ സമാധാനമാക്കി, അതിനെ റീകൺസലേഷൻ ആക്കി, അതിനെ നിരപ്പാക്കി, ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് പറയത്തക്കവണ്ണം അവിടെ വെച്ച് തന്നെ അതിനെ സമാധാനമാക്കുന്ന പുത്രന്മാരെ, കുഞ്ഞുങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ സഭയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. लेकिन हम लोग परमेश्वर की कृपा के द्वारा उस अवसर में भी, उस अवस्था में भी परमेश्वर की शांति के द्वारा हम काम करते हैं। ആമേൻ, ഹല്ലേലൂയ. നമുക്ക് സമാധാനം ലഭിച്ചത് എങ്ങനെയാണ്? हमें ये शांति किस प्रकार से प्राप्त हुई? നമ്മൾ നീതീകരിക്കപ്പെട്ടപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിച്ചത്. जब हम धर्मी ठहराए गए तब हमने ये शांति प्राप्त की। ഇന്ന് പകൽ നമ്മൾ നീതീകരിക്കപ്പെട്ട ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. कितने लोग विश्वास करते हैं कि हम धर्मी ठहराए गए हैं? അപ്പോൾ നമ്മുടെ ഉള്ളിൽ മേൽക്കുമേൽ ശക്തി പ്രാപിപ്പാൻ നമ്മുടെ ഉള്ളിൽ കർത്താവിനെ നമ്മൾ വാഴുക, ദൈവത്തിന് तो हमें और अधिक सामर्थ्य प्राप्त करने के लिए प्रभु को हमें अपने जीवन में राज करने दें। ആമേൻ, ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, बल प्राप्त करता गया। പൗലോസിന്റെ ഹൃദയം മുഴുവനും പ്രൈസലോ ഹല്ലേലൂയ എന്തായിരുന്നു? പ്രൈസലോ വാണിരുന്നത്. पौलुस के हृदय में क्या था जो उसके पूरे हृदय में राज करता था? ആമേൻ. പൗലോസിന്റെ ഹൃദയത്തിൽ മുഴുവനും വാണിരുന്നത് പ്രൈസലോ ഹല്ലേലൂയ യഹൂദ മതമായിരുന്നു. എന്നൂടെ പറഞ്ഞാൽ ന്യായപ്രമാണമായിരുന്നു അവന്റെ ഉള്ളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. हम जानते हैं कि जब पौलुस जो अपने प्रारंभ के समय में उनके जीवन में, उनके हृदय में क्या भरा हुआ था? उनके हृदय में पूरे न्याय और व्यवस्था विवरण, ये सब चीजें उनके जीवन में काफी घेरे हुए थे। ഒരു നല്ല കറതീർന്ന യഹൂദനായിരുന്നു പൗലോസ്. वो अपने जीवन में उनकी काफी परछाई जो है यहूदी मतों का था। പ്രൈസ് ലോർഡ്. അത് മാത്രമല്ല, ഈ പൗലോസ് യെരുശലേമിലെ 2 യൂണിവേഴ്സിറ്റികൾ അന്നുണ്ടായിരുന്നു. और ये पौलुस जो थे काफी विद्वान थे। ഷെമി എന്നും ഹില്ലേൽ എന്നും ആ 2 യൂണിവേഴ്സിറ്റിയിൽ, ഹില്ലേൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദമെടുത്ത മനുഷ്യനായിരുന്നു പൗലോസ്. वो एक यूनिवर्सिटी में पढ़ते थे, काफी उन्होंने उच्च शिक्षा प्राप्त की। ഹില്ലേലിന്റെ ചരിത്രം പറയുന്ന കൊച്ചുമകനായിരുന്നു ഗമാലിയേൽ എന്നാണ് തിയോളജിയന്മാർ അവകാശപ്പെടുന്നത്. तो हम ये जानते हैं कि गमालियल नाम के एक विद्वान जो थे, पढ़ाते थे उनको। ഇത്രയും ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ഒരു യഹൂദൻ 1-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിയുമ്പോൾ അവൻ ന്യായപ്രമാണം മുഴുവനും പഠിച്ചു കഴിയും. പ്രൈസ് ലോർഡ്. तो यहूदियों का इस प्रकार से हुआ करता था कि जब वो बच्चा होता है, वो 12 वर्ष के उम्र तक उसको पूरा व्यवस्था विवरण जो है उसको रटना पड़ता था। അപ്പൊ ഞാൻ പറഞ്ഞത് ന്യായപ്രമാണം മുഴുവനും ഉള്ളിലിരുന്നവനായിരുന്നു പൗലോസ്. तो मेरे कहने का मतलब ये है कि पौलुस जो था, उसके जीवन में वो व्यवस्था जो थी वो पूरा उसके हृदय में हुआ करता था। അവന്റെ ന്യായപ്രമാണത്തിൽ അവനെ മാറ്റാൻ ആർക്കും പറ്റുകയില്ല. കാരണം അവൻ അതുപോലെ ന്യായപ്രമാണത്തിൽ ഒരു വയസ്സ് മുതൽ 12 വയസ്സ് വരെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവന്റെ ഹൃദയം മുഴുവനും ന്യായപ്രമാണമായിരുന്നു. तो उसके हृदय में पूरी तरीके से वो व्यवस्था भरी हुई थी। എന്നാൽ പ്രൈസലോ ദമസ്കോസിന്റെ ഗേറ്റിങ്കിൽ വന്നപ്പോൾ ന്യായപ്രമാണത്തെ വെല്ലുന്ന വാഴുന്ന യേശുവിന്റെ ശക്തി അവനെ കയറി പിടിക്കാനിടയായി തീർന്നു. लेकिन उस दमिश्क के फाटक में वो सामर्थ्य जो उसके अंदर भरी हुई थी, वो प्रभु यीशु मसीह के सामर्थ्य के आगे दूर हो गई। അവന്റെ ഹൃദയത്തെ ആർക്കും മാറ്റാനൊക്കത്തില്ല. ചില വിഷയങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും മാറ്റാൻ കഴിയയില്ല. എന്നാൽ ദൈവത്തിന് അതിനെ മാറ്റി ആ ഉള്ളിൽ വാഴിക്കാൻ ദൈവത്തിന് കഴിയും. कई बार ऐसा होता है कि हमारे हृदय के अंदर जो कुछ बातें भरी हुई है, उसे निकालने के लिए कोई भी शक्ति काम नहीं कर पाती, लेकिन परमेश्वर के सामर्थ वो सब दूर कर सकती है। ഒരു നിമിഷം കൊണ്ട് ഹല്ലേലൂയ അവന്റെ ഉള്ളിലുള്ള സ്തോത്രം ന്യായപ്രമാണം എല്ലാം മാറി, അതെല്ലാം തെറ്റാണെന്ന് അവന് തോന്നിയിട്ട് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെല്ലാം അപ്രത്യക്ഷമായി അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുകയാണ്. एक ही क्षण में उसके अंदर, उसके हृदय में जो कुछ भरी हुई थी, जो कुछ बातें थी, वो सब उस सामर्थ के सामने दूर हो गई और उसने इस प्रकार से पूछा कि हे प्रभु मैं क्या करूं? അവൻ അവിടേക്ക് പോയത് യെരുശലേമിലുള്ളവരെ ഉപദ്രവിച്ചിട്ട് ദമസ്കോസിലുള്ളവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയ പോക്കാണ്. वो हम इस प्रकार से पढ़ते हैं कि पौलुस जो है वो यहूदी उनको सताने के लिए वहां गए थे। അവനിങ്ങനെ കുതിരപ്പുറത്ത് പോവുകയായിരുന്നു. जब घोड़े पे यात्रा करके जा रहे थे, അവന് വേണ്ടി അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. और कई मसीही उसके लिए प्रार्थना कर रहे थे। അവൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണിട്ട് അവനൊരു കേടും പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. लेकिन वो जब उस घोड़े से नीचे गिर गए, लेकिन फिर भी उन्हें कोई हानि नहीं हुई। പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് മറുപടി തരുമ്പോൾ ഒരു കേടും പറ്റാതെ പല വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോകുന്നത്. परमेश्वर का उत्तर आपके प्रार्थना विषय में आता है तो आपको किसी प्रकार की हानि नहीं होती। ദൈവത്തിന്റെ കരങ്ങളിൽ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുക. आप अपने विषय परमेश्वर के हाथों में देंगे। ഭാരപ്പെടുന്ന
ഉണ്ടാകുന്ന പക്ഷേ ഒരു കേടും കൂടി നമ്മൾ എത്ര പരിശ്രമിച്ചാലും കേട് വരും. എന്നാൽ ദൈവം ഒരാളെ ഒരുക്കിയെടുത്താൽ, എൻ്റെ കർത്താവ് ഒരുക്കിയെടുത്താൽ വാഴുന്ന ശക്തികളെ മാറ്റി, അന്ധകാര ശക്തികളെ മാറ്റി, അതര മനസ്സിൽ വാഴ്ചകളെ മാറ്റി, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അധികാരങ്ങളെ മാറ്റി, ദുഷ്ടശക്തികളെ മാറ്റി, കേടുകൂടാതെ അവനെ ദൈവം ഒരുക്കിയെടുത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ വാഴുന്ന ശക്തികൾ മാറി ഒരു പുത്തൻ വാഴ്ച അവന്റെ ഹൃദയത്തിൽ വരികയാണ്. हमें जानते हैं कि जब परमेश्वर जो काम करता है तो उनका सामर्थ्य हमारे जीवन में आएगा और हर प्रकार की बुरी चीजों को वो दूर कर देगा। ഞാൻ ഓർക്കുക, ദമസ്കോസിന്റെ പടിവാതിക്കൽ കർത്താവ് ഇങ്ങനെ പമ്പിയിരിക്കുകയായിരുന്നു. Praise मैं the इस Lord. प्रकार से देखता हूँ कि दमिश्क के जो फाटक था वहां पर प्रभु यीशु मसीह इस प्रकार से बैठे हैं। നമ്മുടെ കർത്താവ് ഇവിടെ ഇരുന്നത് അവൻ കണ്ടില്ല. Praise the Lord. प्रभु यीशु मसीह को लेकिन पौलुस ने उस समय नहीं देखा। ഇത്രയും വിശ്വാസമുണ്ട്, കർത്താവ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വരെ അവനൊരു അവന് ലിമിറ്റ് വെച്ചിരിക്കുക. Praise the Lord. हाँ, कितने लोग ये विश्वास करते हैं कि दमिश्क के उस फाटक के वहां पे प्रभु यीशु मसीह ने एक लिमिट रख रखा था। പ്രൈസ് ദി ലോർഡ്. ഞാൻ സാധാരണ ചിന്തിക്കാറുണ്ട്, ഇവന്റെ ഗോത്രം എന്ന് പറയുന്നത് ഇച്ചിരി ശൗര്യമുള്ള ഗോത്രമാണ്. Praise the तो Lord. मैं इस प्रकार से पढ़ता हूँ कि ये पौलुस जो है काफी इनका गोत्र काफी ऊंचा था। ഞാൻ സാധാരണ ബെന്യാമിൻ ഗോത്രമാണ്. वो बिन्यामीन गोत्र के हुआ करते थे। ബെന്യാമിൻ ഗോത്രത്തിന്റെ പ്രത്യേകത നിങ്ങൾ എടുക്കേണ്ട ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. കടിച്ചു കീറുന്ന ചെന്നായി എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. वो इस प्रकार से लिखा गया है बिन्यामीन के गोत्र के बारे में कि वो फाड़ने वाला एक लोमड़ी है। അത് അവന്റെ കുഴപ്പമല്ല, അവന്റെ ഗോത്രത്തിന്റെ കുഴപ്പമാണ്. वो उनकी गलती नहीं है, लेकिन उनके गोत्र के बारे में इस प्रकार लिखा गया है। ഒരു വിധത്തിൽ ശരിയാകുന്നില്ലെന്നാ പറയുന്നത്. Praise the वो इस प्रकार से लिखते हैं कि कभी भी वो सही नहीं हो सकता, Lord. കർത്താവ് അതിനെ ശരിയാക്കും. लेकिन परमेश्वर उसे सीधा कर सकता है। എത്ര വിഷയങ്ങൾ കഴിഞ്ഞ ആളുകൾ ഒരു വിധത്തിൽ ശരിയാകാത്തത് ഇതുപോലെ ശരിയായ ഒരു വ്യക്തിയെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. സ്വതന്ത്രം. और पिछले दिनों में आपका विषय कितना भी टेढ़ा हो, लेकिन उसे सीधा करने वाला परमेश्वर है। പ്രൈസ് ദി ലോർഡ്. കർത്താവ് ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനെ ചെന്നായിയെ പോലെ കടിച്ചു കീറുന്ന സ്വഭാവത്തോടു കൂടി അവൻ വരുന്നത്. ദൈവത്തിന് हम जानते हैं कि पौलुस जो है एक भेड़िए के समान काटने वाला स्वभाव का था। കർത്താവ് ആരാണ്? അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. Praise the लेकिन Lord. प्रभु कौन है? प्रभु यीशु मसीह यहूदा गोत्र का सिंह है। പുള്ളി സ്വതന്ത്രനായിട്ട് ഇങ്ങനെ ചാടി കളിച്ച് ദമസ്കോസിലേക്ക് വരുമ്പോൾ യഹൂദാ ഗോത്രത്തിലെ സിംഹം ചെന്നായെ കീറി അങ്ങ് പിടിച്ചു. हम देखते हैं कि जब दमिश्क के फाटक के पास वो भेड़िया आया तो उस सिंह ने उसे पकड़ लिया എടാ, ചെന്നായെ സിംഹം കീറി പിടിച്ചൊരു കൊട കൊടഞ്ഞ് കുതിരപ്പുറത്തുനിന്ന് താഴെ ഇട്ടു. ദൈവത്തിന് और सिंह ने, उस शेर ने उसे गिरा के उस घोड़े से नीचे गिरा दिया। ആർക്കും ഒതുങ്ങാത്തതിനെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിക്ക് എത്ര അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്താൻ കഴിയും. जो किसी के नियंत्रण में नहीं आ सकता, वो परमेश्वर के सामर्थ अपने कंट्रोल में कर सकती है। അവന്റെ ഉള്ളിൽ കിടന്ന ന്യായപ്രമാണം, 12 വർഷം പഠിച്ച ന്യായപ്രമാണം അരച്ചു കുടിച്ച് പഠിച്ചതെല്ലാം പുറത്തുപോയി. ഇപ്പൊ അവന്റെ ഉള്ളിൽ യേശുവാണ് വന്നിരിക്കുന്നത്. वो ദൈവത്തിന്റെ अनेक സ്തോത്രം. वर्षों से जो न्याय व्यवस्था विवरण उसके हृदय में था, वो सब उस समय दूर होके प्रभु यीशु मसीह के पवित्र आत्मा और सामर्थ उसके अंदर आ गया। ആ നിറഞ്ഞ യേശുവിനെ കൊണ്ട് പിന്നെ അവൻ ഓടാൻ തുടങ്ങുകയാണ്. और उस भरे हुए यीशु मसीह के प्रेम के द्वारा वो आगे बढ़ने लगा। പിന്നെ ഇഞ്ചനാണ് ശക്തിമേൽ ശക്തി പ്രാപിക്കുക. और वो उसके बाद बल पे बल प्राप्त करता गया। ആമേൻ. ഹല്ലേലൂയ. ഏത് വാഴ്ചകളെ മാറ്റാൻ ഇന്ന് പകൽ കർത്താവിന് കഴിയും. और आज किसी भी प्रकार के राज्य हमारे जीवन में हो रहा हो, किसी का भी राज्य हो, उसे प्रभु दूर कर सकता है। ക്രിസ്തുവിൽ വാണ് കഴിയുമ്പോൾ ഹല്ലേലൂയ ആ ശക്തിയിൽ ആ പവറിൽ ഓടാൻ കഴിയും. जब मसीह हमारे जीवन में राज करेगा तो बाकी सारी जो राज करने वाली बुरी शक्तियां हैं वो सब दूर हो जाएंगी। ഇപ്പോൾ ഏത് പ്രതികൂലം വന്നാലും പുള്ളി പിടിച്ചു നിൽക്കുന്നത് ശക്തിമേൽ ശക്തി പ്രാപിച്ചാ നിൽക്കുന്നത്. अब कोई भी मुसीबत आ जाए, उसका सामना करने के लिए वो शक्ति काफी है। ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ വാഴുന്ന ശക്തികളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകുകയാണ്. आज हमारे सामने किसी प्रकार से राज करने वाली कोई भी शक्तियां हो, उसका सामना करने के लिए, उससे जय प्राप्त करने के लिए वो पवित्र आत्मा की शक्ति हमारे പല अंदर है। വാഴ്ചകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. अनेक प्रकार के राज्य करने वाली शक्तियां हैं। എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ അധികാരങ്ങളുണ്ട്. പ്രൈസ് ദി हम ലോർഡ്. इफिसियों के पत्र में पढ़ते हैं कि अधिकार है, സ്വർലോക ദുഷ്ടാത്മ ശക്തികളുണ്ട്. दुष्ट की अंधकार की शक्तियां ഈ हैं, വാഴ്ചകളെ എല്ലാം ജയിക്കാൻ യേശുവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ കഴിയും. लेकिन इन सब अंधकार की शक्तियों को ऊपर राज करने के लिए, उसका सामना करने के लिए परमेश्वर की सामर्थ्य है। ചിലതൊക്കെ പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിക്കാൻ കഴിയാതെ ഈ ശക്തി നമ്മളെ അലട്ടുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ ആ വാഴ്ചകളുടെ ശക്തി അവസാനിക്കുക. നമ്മുടെ ശരീരത്തെ കെടുത്തുന്ന രോഗത്തിന്റെ കെടുതികളെല്ലാം ഈ ശക്തിയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. लेकिन हमें हमारे आशीषों को प्राप्त करने से रोकने वाली ये जो बुरी शक्तियां हैं, ये ताकतें हैं, ये सब परमेश्वर के सामर्थ्य जब हमारे अंदर आ जाती है तो वो दूर हो जाएंगी। കുടുംബജീവിതത്തിന്റെ നന്മയെ തടയുന്നത് വാഴ്ചകളാണ്. ആ ദേശത്തിന്റെ ശരീരത്തെ തടയുന്ന വാഴ്ചകളാണ്. ഇന്ന് മുതൽ യേശുവിന്റെ ശക്തിയാൽ അതിനെ ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. हमारे पारिवारिक जीवन को हम नहीं जी सकते, जी पाते, वो जो है शक्तियां हमारे जीवन में है,
उसको भी दूर करने के लिए परमेश्वर की सामर्थ काफी है। അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായ ഒരു വാഴ്ച ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നാൽ മറ്റേ ശക്തി നമ്മൾ കീഴ്പ്പെടുത്താൻ പോകുകയാണ്. तो अगर ये पूर्ण तरीके से प्रभु की सामर्थ हमारे जीवन में राज करने पाएंगे तो बाकी सारी सामर्थ दूर हो जाएंगी। നമ്മുടെ ശരീരത്തെ അലട്ടുന്ന ഒരു വാഴ്ച ശക്തിയാണ്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ശരീരത്തെ അലട്ടുന്ന ഒരു വാഴ്ച ശക്തിയാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ജയമെടുക്കാൻ പോകുകയാണ്. जितने लोग ये विश्वास करते हैं कि मेरे शारीरिक अवस्था को ठेस पहुंचाने वाली एक बुरी शक्ति है, उसको परमेश्वर की शक्ति दूर कर पाएगी। എൻ്റെ കുടുംബജീവിതത്തിന്റെ ആ പുഷ്ടി, ആ നന്മ പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഈ തടയുന്ന ശക്തിയെ ഞാൻ ഇന്ന് ജയിച്ചിട്ടേ പോവുകയുള്ളൂ. വിശ്വസിക്കുന്ന കരങ്ങളെത്തി ദൈവത്തെ സ്തുതിച്ചാണ്. कितने लोग विश्वास करते हैं कि मेरे फैमिली में जो कुछ प्रश्न जो मुसीबत है उसको परमेश्वर की सामर्थ दूर कर पाएगी। ആമേൻ. പ്രൈസ് ദി ലോർഡ്. പല വിഷയങ്ങളും ദൈവം ആമേൻ ആമേൻ പ്രവർത്തിക്കുമ്പോൾ ഈ ശക്തി വന്ന് തടയുകയാണ്. പ്രൈസ് ദി ലോർഡ്. कई जब काम परमेश्वर के जीवन हमारे जीवन में होने लगते हैं, ये बुरी शक्तियां उसे रोकती हैं। എന്നാൽ ഇനി ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഞാനൊരു പുതിയ തീരുമാനത്തിൽ ഈ ശക്തിയെ ജയിക്കാൻ പോകുകയാണ്. तो आज हम क्या ये निर्णय लेंगे कि मैं उस परमेश्वर को अपने जीवन में राज करने दूंगा और इन सब बुरी शक्तियों का सामना करूंगा। ആമേൻ. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ദൈവമക്കൾ നാവുകൊണ്ട് പ്രാർത്ഥിക്കണം. വാഴ്ചകളെയും അധികാരങ്ങളെയും ദുഷ്ടാത്മശക്തിയിലെ ജയിക്കാൻ യേശുവിന്റെ ഉള്ളിൽ വാഴണമെന്ന് പ്രാർത്ഥന തുടങ്ങിക്കേ ഒരു വലിയ വിടുതൽ ആരംഭിക്കാൻ പോവുകയാണ്. आज कितने लोग ये प्रार्थना करेंगे कि हे परमेश्वर आप हमारे जीवन में मेरे हृदय में वास करें और इन सब अंधकार की शक्तियों को वो दूर भगाएं। നിങ്ങൾക്ക് ദൈവത്തോട് പല ചോദ്യങ്ങളുണ്ട്. आप लोग परमेश्वर से कई प्रार्थनाएं करते हैं, ദൈവത്തിന് നിങ്ങളോട് ചില മറുപടികളുണ്ട്. आप परमेश्वर आपको कई उत्तर ഇതിനെ देते हैं। രണ്ടിനെ ജയിക്കാൻ വേണ്ടിയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നത്. इन दोनों को जीतने के लिए आज परमेश्वर आपको पवित्र आत्मा को कहती है। ഇന്ന് പകൽ നമ്മുടെ ശരീരത്തെ ഒതുക്കുന്ന ആ ശക്തിയുടെ മേൽ, വാഴ്ചകളുടെ മേൽ നമ്മൾ ജയമെടുക്കാൻ പോകുകയാണ്. आज हमारे शरीर को दोष पहुंचाने वाली हर एक बुरी शक्तियों को हम जय प्राप्त करेंगे। എങ്ങനെ ജയമെടുക്കാൻ കഴിയും? ദൈവത്തിലുള്ള ആശ്രയത്തിൽ വാഴ്ചകളുടെ മേൽ അധികാരം വെപ്പിച്ച്, യേശുവിലുള്ള ആശ്രയത്തിൽ ആമേൻ വാഴ്ചകളെ അധികാരവർഗം വെപ്പിച്ച്, ആയുധവർഗം വെപ്പിച്ച്, വാഴ്ചകളെയും ആമേൻ സ്തോത്രം അതിനെ കീഴടക്കി കർത്താവ് ക്രൂശിൽ ജയോത്സവത്തിലൂടെ നമുക്ക് തരുവാനിടയായി തീർന്നു. परमेश्वर ने, प्रभु यीशु मसीह ने वो हमारे विरोध में जो कुछ लिखा गया था वो सब उस कलवरी क्रूस पर कीलों द्वारा ठोक दिया। ആമേൻ. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധ വർഗം വെപ്പിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. वो सारे अंधकार की ताकतों को अपना सारा हथियार नीचे रखवा दिया है परमेश्वर ഇന്ന് ने। പകൽ കർത്താവേ നീ എന്റെ ഹൃദയത്തിൽ വാഴണമെന്ന് പ്രാർത്ഥിക്കുന്നു. आज हम प्रार्थना करेंगे, हे प्रभु मेरे जीवन में राज करें। ദൈവത്തെ സ്തുതിച്ച് हम ആരാധിക്കാം. खड़े होकर प्रभु की स्तुति നീ എന്റെ करेंगे। ഹൃദയത്തിൽ വാഴണമേ നമുക്കൊന്ന് പാടാം. आइए हम खड़े होते हुए प्रभु की स्तुति करें और कहें कि ഒരു हे നിമിഷം प्रभु, സമയത്തിന് നമുക്കത് ഏൽപ്പിച്ചു കൊടുക്കാം. एक समय के लिए परमेश्वर को हाथों में दें। ആമേൻ. ആ പാട്ടിന്റെ ഒരു കോറസ് എന്ന് പറയും, യേശുവേ എന്നിൽ വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ. ഒരു ലൈൻ പാടി ആരാധിക്കാം. രാജാവേ വന്ന് വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാധാന്യ ശക്തികളെ ജയിച്ചിടുവാൻ. ഓ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാധാന്യ ശക്തിയെ തകർത്തിടുവാൻ. ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ. രോഗങ്ങൾ മാറും, രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തർ ചെകിടരുമെല്ലാം സ്വതന്ത്രമാകും ദൈവരാജ്യം. അവൻ രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും
ചെടിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ അവൻ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നീടും അവൻ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപം നൃത്തമായി തീർന്നീടും അവൻ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം പൊരുതും മശിഹാരാജൻ നമുക്കായി ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ അവൻ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ പാപങ്ങളൊഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ അവൻ കണ്ടിടും ഞാനാ ഭൂമി ഞാനതിൽ വാണിടുമേ അവൻ പാപങ്ങളൊഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ കണ്ടിടും ഞാനാ ഭൂമി നിശ്ചയം ഞാനതിൽ വാണിടും അവൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല ആമേൻ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയ ഒരിക്കൽ കൂടെ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ആമേൻ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം മുൻപിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ ഹല്ലേലൂയ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ഓ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീ യേശുവേ വന്നു വാഴണമേ ഇനി ഞാൻ ഹല്ലേലൂയ ഓ രാജാവേ
വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അന്ധകാര ശക്തിയുടെ വാഴ്ചകൾ നമ്മുടെ ശരീരത്തിന്മേൽ പോരടിക്കുന്ന കെടുതികള്, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അഴിഞ്ഞു മാറിപ്പോട്ടെ. നമുക്ക് കരങ്ങൾ വെച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ, ആത്മമണ്ഡലത്തിലൂടെ ദൈവാത്മാവ് ഇടപെട്ട ചില ദൂതുകൾ, ഹല്ലേലൂയ, ചില വാഴ്ച ശക്തികളാണ് നമ്മെ ശല്യപ്പെടുത്തുന്നത്, നമ്മുടെ ശരീരത്തെ കെടുത്തുന്ന ആ വാഴ്ച ശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം അല്പസമയം ജയമെടുക്കാം. ഹല്ലേലൂയ. ഓറി ബാബാ 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 ബാ. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാണ് ഒരു പുതുബലത്തോടെ, ഒരു പുതുശക്തിയോടെ. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്ന കർത്താവേ, മേൽക്കുമേൽ ശക്തി പ്രാപിപ്പാൻ, ആത്മശക്തി പ്രാപിപ്പാൻ, ആ കർത്താവിനെ വാഞ്ചയോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആമേൻ കൊണ്ടു നടപ്പാൻ ഒരു പ്രത്യേക അഭിഷേക ദിവസങ്ങൾ ഞങ്ങളുടെ ജനത്തിന്റെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചില വാഴ്ചകളെ, ചില രോഗാത്മാവിനെ ദൈവാത്മാവ് ശാസിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ ജയമെടുത്താണ് യേശുവിന്റെ നാമത്തിൽ. ചില രോഗബന്ധനങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽ അഴിച്ചു മാറ്റിയതിനായി സ്തുതിക്കുന്നു കർത്താവ്. അല്പസമയം സ്തുതിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ ശക്തിയുടെ മേൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു കർത്താവ്. ഞങ്ങളെ വാഴുന്ന, ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഞങ്ങളുടെ മേൽ അധികാരം ചെലുത്തുന്ന, ഞങ്ങളെ വാഴുന്ന ദുഷ്ടശക്തിയുടെ മേൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രമാകട്ടെ. ഇന്ന് പകൽ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. കരങ്ങളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം. ആമേൻ. ഈ ബലത്തോടെ കടന്നു പോവാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.